4000 ഹൈറ്റിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇതിൻ്റെ പകുതിയിൽ നിന്നാണ് ഏകദേശം വെള്ളച്ചാട്ടം തുടങ്ങുന്നത്. കേട്ടോ. അപ്പൊ പെണ്ണ് പറഞ്ഞു, നിങ്ങൾ ആരും എന്നെ അടുത്ത് വരണ്ട, നമ്മള് മുണ്ടില്ലാതെയാണ് ഇരിക്കണത്. ഈ പാല് വന്ന് നമ്മുടെ കണ്ണിലെല്ലാം വീണ് കഴിഞ്ഞാൽ കണ്ണു പോകും. പക്ഷെ ഇത് മുറിവിൽ വീണ് കഴിഞ്ഞാല് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അട്ടപ്പാടിയുടെ 3ാമത്തെ ദിവസമാണ്. വ്യാഴാഴ്ച വന്നാണ്. കുറേ സ്ഥലങ്ങൾ കറങ്ങാനുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഏത് മലൻ്റെ മേലാണ്? പെരുമാൾമുടി എന്ന് പറയുന്ന മല. ഏകദേശം നല്ല ഹൈറ്റിലുള്ളത് അല്ലേ? ഒരുപാട് ഏകദേശം നമുക്ക് അട്ടപ്പാടിയിൽ സമുദ്രനിരപ്പിൽ ഒരു 3000 അടി ഹൈറ്റിൽ നിൽക്കുന്ന ഒരു മലയുടെ മുകളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. വെച്ചാൽ റിസ്കി, നമുക്ക് ട്രക്കിംഗ് പോലെ നമുക്കൊരു അതിസാഹസികം നിറഞ്ഞൊരു യാത്ര ചെയ്യണം. അപ്പൊ എന്തൊക്കെയാ ശരിക്കും നമ്മൾ പോകുന്ന അവിടുത്തെ എല്ലാ ഭാഗങ്ങളും കാണാം നമുക്ക്? അതെ, നമുക്ക് അട്ടപ്പാട് തെക്ക്, കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ് എല്ലാ ഭാഗങ്ങളും ഈ 3000 അടി ഹൈറ്റിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം തീർച്ചയായിട്ടും കാണാൻ പറ്റും. എല്ലാം കാണാൻ പറ്റും. ഇതില് നിബിഡ വനവും തുറസായ വനവും എല്ലാ ഇലപൊഴിയും പ്രദേശങ്ങളെല്ലാം മഴമക്കാടുകൾ എല്ലാം നമുക്ക് കാടുകൾ കാണാം, എല്ലാം നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഇവിടെ പ്രധാനമായിട്ട് ആ മലയുടെ മുകളിൽ നമ്മൾ വീട് തൂക്കാൻ ഉപയോഗിക്കുന്ന ചൂലാണ്. ചൂല് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പുല്ല് അത് അവിടെയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നതാണ്. ശിർവാണി മല, ശിർവാണി. നമ്മുടെ സ്ഥലത്തിന്റെ പേര് പെരുമാൾമുടിയാണ്. ഓക്കെ. അപ്പൊ എല്ലാരും നമ്മളെ കൂടെ ഉണ്ടാവണം. ഒരുപാട് നല്ല അട്ടപ്പാടി നിങ്ങൾ കാണാത്ത കാഴ്ചകളാണ്. നിങ്ങളെ ക്യാപ്ചർ ചെയ്ത് നിങ്ങളെ കാണിച്ചു. ഒന്ന് പരിചയപ്പെടുത്തിങ്ങളെ. എന്റെ പേര് സുധീഷ് എന്നാണ്. സുധീഷാണ്. ഇവിടെ എല്ലാത്തരം വർക്കുകളും ആള് BSc MA എന്ത് കഴിഞ്ഞാണ്, M.Com എല്ലാം കഴിഞ്ഞാണ്. പക്ഷെ ഇപ്പൊ മരം വെട്ടലാണ് ഇവിടുത്തെ. എന്റെ നാട്ടിൽ ജീവിക്കണം. PG ഗ്രാജുവേറ്റഡ് ആണ്. എന്റെ ഇഷ്ടത്തിനുള്ള ജോലികൾ എനിക്ക് കിട്ടുന്നില്ല. വിദ്യാഭ്യാസം കൊണ്ട് എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ. അതെ. അപ്പൊ അവന്റെ ഇഷ്ടം, അവന്റെ നാട് അട്ടപ്പാടി കാടുകളില്, പ്രത്യേകിച്ച് ഇവരെ എന്താ ചിറ്റൂർ വനമേഖലകളിലല്ലേ, മരം വെട്ട് അങ്ങനത്തെ തൊഴിലൊക്കെ ഇവർക്ക് ഇതിനെ പറ്റി ഇവിടുത്തെ എക്സ്പേർട്സ്, ഇവിടുത്തെ നല്ല എല്ലാ ഉള്ളറകളും അറിയാം. അപ്പൊ ഞങ്ങളുടെ യാത്രയിൽ എല്ലാരും കൂടെ ഉണ്ടാവണം. കൂടെ ബൈജുണ്ട്, മകനുണ്ട്. അപ്പൊ എല്ലാരെയും വീണ്ടും പരിചയപ്പെടുത്താൻ എല്ലാരും കൂടെ ഉണ്ടാവണം. ഓക്കെ, തോന്നുന്നല്ലേ? എന്തായാലും ഇനി ഇത് ഒരു ഗട്ടറുമായിട്ടുള്ള റോഡ്. അവിടെ നിന്ന് നമുക്ക് പറ്റില്ല നടന്നിട്ട്. ഇനി നടന്ന് കയറുക, അത് മാത്രമേ രക്ഷയുള്ളൂ. നിൽക്കുന്നത് അട്ടപ്പാടിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ 3ാമത്തെ സ്ഥലത്താണ് നിൽക്കുന്നത്. പെരുമാൾമുടി എന്ന് പറഞ്ഞാൽ ചാവടി ഒരു സ്ഥലം. ആ സ്ഥലത്തെ പ്രധാനപ്പെട്ട കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പ്രകൃതി സുന്ദരമായ ഒരു നാടും ഒരു സ്ഥലവും നിങ്ങളിതിനു മുന്നേ കാണാൻ വളരെ പ്രയാസമാണ്. പ്രത്യേകിച്ച് അട്ടപ്പാടി കേൾക്കുന്നതല്ല, അട്ടപ്പാടിയിൽ വന്ന് ആസ്വദിക്കുന്നതാണ് അതിന്റെ പ്രത്യേകത. ആട്ടിടേനെ കാണുന്നില്ലല്ലോ. ഉണ്ടാവില്ല. വരുന്ന നമ്മളെ കൂടെ എന്താ മോന്റെ പേര്? ഹരീഷ്. പഠിക്കണ്ടോ സ്കൂളില്? എത്രല്ല? 5ലാ? അവനോ? അവന്റെ പേരെന്താ? എന്താണ്? ഡിഷുമാ? ഇതെന്താ അങ്ങോട്ട് പറയാ? സ്ഥലത്തിന് മോനെ എന്താ പറയല് പേര്? ഇവിടേക്ക് എന്താ പറയാ നിങ്ങളുടെ പേര്? മുട്ടുക്കല്ല. മുട്ടുക്കല്ല് അല്ലേ? ഓക്കെ. ടാറ്റ പറയിപ്പോട്ടെ. പോന്ന് പറഞ്ഞേ പെരുമാൾമുടി മലക്ക് പറക്കട. നമുക്ക് പറക്ക അടക്ക്. ഞാൻ പറിച്ചു തരാം.
നമ്മൾ പെരുമാൾമുടിയിലേക്ക് പോകുന്ന കാഴ്ചകളാണ്. ഓറഞ്ച് കാണാന്ന് പറഞ്ഞ ഒരു അതിശയം തന്നെ കേട്ടോ. തീർച്ചയായിട്ടും. കുറച്ച് പറക്കല്ലേ നമുക്ക് കുറച്ചെണ്ണം? പിന്നെ തീർച്ചയായിട്ടും നല്ല മുള്ളാണ് ഇതിന്. ബൈജു ഞാൻ അങ്ങോട്ട് ഇട്ടരാ. എവിടെ നീ മോനെ? എന്നാ എവിടെ? ആഹാ, എന്നാ അങ്ങോട്ട് ഇട്ടണ്ടേ? ഇടട്ടെ? എന്നാ ഇടണോ? ഇതൊക്കെ അല്ലാതെ പിന്നെ എന്താ രസമല്ലേ? ഞാൻ എന്നാലും വഴിയിൽ ഇത് നാരങ്ങ. ആ ശരി, ഓക്കെ ഓക്കെ. ആ നമുക്ക് വഴിയിൽ ഓക്കെ. ഓക്കെ, അടിപൊളി. ഇങ്ങനെ കുറച്ചെണ്ണം മരം കിട്ടിയാൽ മതി കഴിച്ചിലാവാൻ. ണോ ചാക്കല്? നോക്കട്ടെ. ആ ചെറിയൊരു അല്പൊരു പുളി ഉണ്ട്, പക്ഷെ ഓക്കെ, നാച്ചുറൽ അല്ലേ? നാച്ചുറലാണ്. എടുത്തോ, ഒരു പുളിപ്പും പുൽമേടുകൾ നല്ല രസമായിട്ടുണ്ടല്ലേ? അതല്ലേ, ഇങ്ങനെ പുൽമേട് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഞാൻ ശരിക്കും ഒരു മൗണ്ടൻ ഒരു മല മാത്രം പ്രതീക്ഷിച്ച് വന്നത് ശരിക്കും. ഇപ്പം നമ്മൾ ശരിക്കും നിൽക്കുന്നത് അട്ടപ്പെട്ട മധ്യ ഭാഗത്താണ്. കോയമ്പത്തൂർ ഇങ്ങനെ ഈ വഴിക്ക് കല്ലടിക്കോട്, ഇത് മണ്ണാർക്കാട്. ഇത് മണ്ണാർക്കാട്. ആ കാണുന്ന വലിയ മലയുടെ നേരെ അപ്പുറം മലപ്പുറം ജില്ലയാണ്. ആ വലിയ മലയുടെ അപ്പുറം ഫുള്ള് സൈലന്റ് വാലിനാണ്. ഒരു ഭയങ്കര വല്ലാത്ത ബ്യൂട്ടിയില്ല ശരിക്കും. ഒരു എനിക്ക് എങ്ങനെ വരുന്നത് ന്യൂസിലാൻഡൊക്കെ ഉള്ള ഒരു സംഭവം. അതെ 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 അതെ, അതുകൊണ്ടാണ് കാറ്റാടി ഇവിടെ വെക്കാൻ കാരണം. കാറ്റാടികളെ നമുക്ക് കാണാം, ഇവിടെ തന്നെ ക്യാമറയിൽ കാണുന്നുണ്ടോ അറിയില്ല. ഇവിടെ ദൂരം ഒരുപാട് കാറ്റാടി ഉണ്ട്.
ഇപ്പം തന്നെ എണ്ണുമ്പോൾ 3, 6, 8, 10, 15 അട്ടപ്പാടി തന്നെ ഇവിടെ കാണുന്നുണ്ട്. ശരിക്കും ഇത് നമ്മുടെ ആൾക്കാർ വിചാരിക്കും, ഞാൻ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ട് സൈലന്റ് വാലിയിൽ വന്ന് സഫാരി പാർക്ക് പോയി കാണുന്നത് മാത്രമാണ് അട്ടപ്പാടി. ഇത്ര ബ്യൂട്ടിയുള്ള സ്ഥലം ശരിക്കും ആൾക്കാർ ഇവിടെ ക്യാപ്ചർ ചെയ്യാൻ വന്നിട്ടുണ്ടാവാൻ മതി. പക്ഷേ എന്നെ സംബന്ധിച്ച് ആരും ഇവിടെ എത്താൻ പ്രയാസമാണ്. കാരണം വളരെ ഇവരൊക്കെ ഇവിടെ നാട്ടുകാരാണ്. അട്ടപ്പാടി കാണാൻ വരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും മെയിൻ റോഡുകളിൽ കൂടി വന്ന് ഇങ്ങനെ കണ്ട് സന്ദർശിച്ച് പോകുന്നത്. തീർച്ചയായിട്ടും അട്ടപ്പാടിനെ കാണണമെങ്കിൽ താമസിച്ച് ഒരാഴ്ചയെങ്കിലും താമസിച്ച് നടക്കണം. വാഹനം അതാണ് എൻ്റെ പ്ലാൻ. ഒരു മിനിമം ഒരു 3-4 എപ്പിസോഡ് അത്യാവശ്യം ക്യാപ്ചർ ചെയ്തിട്ട് ഇടാന്നുള്ള ഉദ്ദേശിക്കുന്നത്. കാരണം കാണാത്ത സ്ഥലങ്ങൾ. കാരണം ഇതിപ്പോ എന്ന് പറഞ്ഞാൽ സൈലന്റ് വാലിക്ക് ഞാൻ പോയിട്ടില്ല സത്യത്തിൽ. അവിടെ ഒന്നും പൈസ വാങ്ങിച്ച് വെച്ചിട്ട് ഒന്നും കാണിക്കാനില്ല. അവിടുത്തെ തന്നെ പറയുന്നുണ്ട്. എന്തായാലും ബാക്കി അപ്പുറത്തേക്ക് പോകാം നമുക്ക്. എത്ര 2 മാസമോ? അല്ല, 2 ആഴ്ച കഴിഞ്ഞാൽ അടുത്ത ഇനി നല്ലൊരു മഴയും ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പയർ കൃഷി എന്താ ഉണ്ടാവില്ല? പയറ്, തൊമര, ആമര അങ്ങനെ സാധനങ്ങളൊക്കെ ചെയ്യുന്നത്. കാണുന്ന ഈ സ്ഥലങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം കിഴക്കൻ അട്ടപ്പാടിയുടെ മേഖലയാണ്. അതായത് ഈ പടിഞ്ഞാറൻ അട്ടപ്പാടി കാണണമെങ്കിൽ ഈ മലയ്ക്ക് അപ്പുറ സൈഡാണ്. അത് വെച്ചാൽ അത് നിബിഡ വനമാണ്. അതിൽ മനസ്സിലെത്തിപ്പാടാത്ത സ്ഥലം പോലും ഇനിയും കിടക്കാണ്. ഒരു സൈലന്റ് വാലിയാണ് അങ്ങോട്ട്. അതുപോലെ കിഴക്കിത്, പടിഞ്ഞാറത്. ഇനി തെക്ക് ഭാഗത്ത് വരുന്ന മുത്തുകുളം ഡാം, അങ്ങനെ കടുവയും പുലിയും എല്ലാ സ്ഥലങ്ങളാണ് ഇതിന്റെ. നമ്മളിപ്പോ ചെയ്യുന്നത് ചെറിയൊരു ഇവിടെ ഒരു കോളനി ഉണ്ടല്ലോ ഈ കാണുന്നത്. ഒരു കോളനി കാണുന്നില്ലേ? കോളനി കാണുന്നില്ല, അത് ആദിവാസികളാ? വനങ്ങളില്ല ഇവിടെ. ഇത് കുറ്റിക്കാടുകൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഈ ഇതാണോ കുറ്റിക്കാട് ഉദ്ദേശിച്ചത്? ഇത് ഇങ്ങനെ നമ്മൾ ഈ കാണുന്നത് ഇതാണ് കുറ്റിക്കാട്. മരങ്ങളൊന്നും ഇതൊക്കെ വെട്ടി നശിപ്പിച്ചാൽ എങ്ങനെ തന്നെ നാച്ചുറൽ അങ്ങനെയാണ് അല്ലേ? ഈ കാണുന്ന പുല്ലും ഇതൊക്കെ അല്ലേ നിങ്ങൾ പറഞ്ഞ ചൂലിന്റെ പുല്ല് മണ്ടേല അങ്ങോട്ട് പോകണ്ട നമ്മള്. ഇവിടെ കൊണ്ടുവന്ന് വെച്ച് വളർത്തുന്നതാണ് ഈ തേക്കല. തേക്കല കണ്ടോ ഇത്ര പൊക്കം വെക്കുള്ളൂ. ഇത്രേ ഉള്ളൂ അല്ലേ? മാക്സിമം. നീ അതിന്റെ മണ്ണൊക്കെ വലിയ അത്രയും കാറ്റിന്റെ പവർ. ഇതെന്താ പറിക്കുന്നത്? ചുമക്കൂർക്ക് പറിക്കാൻ പോവാ? ഓ അത് ശരി. ഇതാണ് സാധനം. ഇത് വൈദ്യന്മാരെടുത്ത് കിട്ടുമോ? ഇത് വൈദ്യന്മാരെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന, വൈദ്യന്മാര് മാത്രമല്ല നാട്ടുവൈദ്യത്തെ ഏറ്റവും കൂടുതൽ അടുക്കള വൈദ്യത്തിന് യൂസ് ചെയ്യുന്ന സാധനമാണ്. നല്ല വില? നല്ല വിലയാണ് ഇതിന്റെ വേരിന്. ഭയങ്കര വിലയാണ് ഈ വേര്, ഈ സാധനത്തിന്. എത്ര വില? ഇതിന് 1200 ഒരേ കിലോക്കാ വരിക. സ്മെല്ല് ശരിക്കും പനിക്കൂർക്കേന്റെ ഒരു സ്മെല്ലാണ് ഇതിന്. അതെ അതെ, അടിപൊളിയുണ്ട്. പക്ഷേ വൈദ്യം തന്നെ ശരിക്കും മെഡിസിനല്. അതെ, മെഡിസിൻ വാല്യൂ ഒരുപാടുള്ളതാണ്. അതുപോലെ റേറ്റ് കൊണ്ട് ഇതിന് വൻ റേറ്റ് ആണ് ഈ സാധനത്തിന്. ഗ്യാസ് കൂടി കഴിച്ചവരല്ലേ? അതെ അതെ. എങ്ങനെ എന്താണ് പാണ് കുറ്റിപ്പാണ് ജീവനെല്ലാം ചെയ്ത് നമുക്ക് ആരെങ്കിലും ചെയ്തത് കണ്ണ് ദോഷം അങ്ങനെ തന്നെയാണ്. ഇത് വിട്ട് കുളിക്കുകയും തന്നെ കുടിയാടാൻ അങ്ങനല്ലേ? കുളിക്കാൻ നേരത്തെ അങ്ങനെയാണ് കുറച്ച് വായിലിട്ട് ഒരു പീസ് വായിലിട്ട് കുറച്ച്. നിന്നെ ആയുർവേദ ഡോക്ടറാണല്ലോ, അപ്പൊ നിനക്ക് കൂടുതൽ അറിയാൻ പറ്റും. ഇവിടെ അതുകൊണ്ട് കുളിക്കാൻ. അപ്പൊ ഞങ്ങള് ശരിക്കും ഇവിടുത്തെ നാച്ചുറൽ ബ്യൂട്ടി മാത്രല്ല, ഇവിടെ ഇതൊരു മെഡിസിനൽ ഗാർഡൻ തന്നെ ശരിക്കും അട്ടപ്പാടി. ഇല്ലേ? തീർച്ചയായിട്ടും. മെഡിസിൻ ഔഷധ ഗുണങ്ങൾ. അട്ടപ്പാടിക്ക് വരുന്നവരും പോകുന്നവരും ഇവിടെ ഏറെക്കൂടെയും വരുന്നവരറിയാം. ഇവിടെ ട്രൈബൽ ട്രഡീഷണൽ പച്ചമരുന്ന് വള്ളിയമ്മാൾ ഗുരുകുലം ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് നടത്തുന്ന ഏറ്റവും ലോകത്തുള്ള ഏറ്റവും പകുതി മുക്കാൽ ആൾക്കാരും ഇവിടെ അല്ലേ? വള്ളിയമ്മാൾ ഗുരുകുലം ട്രഡീഷണൽ ആയിട്ട്. അത് മുക്കാലി സ്ഥലത്താണ് അവരുടെ. നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കണം. ഈ കാട്ടില് ശരിക്കും നമ്മുടെ അട്ടപ്പാടി ഞങ്ങൾ ഇന്നലെ കുറെ സ്ഥലങ്ങളിൽ കയറുന്നു. എല്ലായിടത്തും പോകുന്ന വഴിക്ക് മുഴുവൻ ഔഷധ ചെടികളാണ്. ഔഷധ ചെടിയാണ്. അപ്പൊ വരുന്ന വഴിക്ക് തന്നെ നമ്മൾ അപൂർവം കാണാത്ത സാധനങ്ങളൊക്കെ വഴിയിൽ കാണുന്നുണ്ട്. ചിലതൊക്കെ പറിക്കാൻ പറ്റും, ചിലത് പറിക്കാതെ. അതെ അതെ. അപ്പൊ ആൾക്കാരെ നമ്മുടെ വ്യൂവേഴ്സിനെ എല്ലാം കാണിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം വെറും നാച്ചുറൽ ബ്യൂട്ടി മാത്രമല്ല, അത് അപാര അവിടുത്തത്.
അത് മാത്രല്ല തീർച്ചയായിട്ടും ഇങ്ങനെ യാത്രയിലുള്ള മെഡിസിൻ അത് ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഞങ്ങൾ പോകുന്നു കേട്ടോ. നമ്മുടെ യാത്രയിലുള്ള വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവരെയും നമ്മുടെ ഇതിൽ കൂടുതലുള്ള അത് ഇവർക്ക് കൂടുതൽ നോളജ് ഉണ്ട്. എന്റെ കൂടെയുള്ള രണ്ടുപേരും നല്ല നോളജ് ഉള്ളവരാണ് പ്രത്യേകിച്ച് അട്ടപ്പാടിനെ കുറിച്ചും ഇവിടുത്തെ മെഡിസിനെ കുറിച്ചും പിന്നെ പൊതുവെ എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പം കുറച്ചുകൂടെ നിങ്ങൾക്ക് നല്ല നോളജ് കിട്ടും. ഇതൊരു പാലമരമാണ് ഈ കാണുന്നത്. ഒരു 4-5 വർഷത്തിന് മുന്നേ ഈ സാധനം നിന്ന് കത്തും. അതായത് നമ്മൾ പെട്രോൾ ഒഴിച്ച് കത്തുമ്പോൾ തന്നെ കത്തും. പിന്നെ ആൾക്ക് കൂടെ ലൈൻ കമ്പി ഇല്ല, ഒന്നുമില്ല, ഇവിടെ സ്പാർക്ക് അടിക്കും. അന്ന് വെറുതെ കത്തിയതാ? വെറുതെ തന്നെ കത്തുക. അതാണ് ഒരു ഡ്രൈ പോലെ കിടക്കുന്നത്. തന്നെ കത്തിക്കുന്നതാണ് ഉണങ്ങി. ആദ്യം ഇപ്പോഴും സാധാ രീതിക്ക് നിൽക്കുന്നത്. അത് ശരി. അപ്പൊ അത് ഡ്രൈ ആയിട്ട് അവിടെ നിൽക്കുകയാണ്. ഇപ്പുറത്തെ ഒരു മരമാണ് നമ്മൾ ചെടിയായിട്ട് കാണുന്നത്. അതെങ്ങനെയാണ് ഇത് തീ കത്തിയെന്ന് ഇന്നവരാരും കണ്ടുപിടിച്ചിട്ടുമില്ല. ശരി. ഗവേഷിച്ചവരും അന്വേഷിച്ചതൊന്നും കണ്ടുപിടിച്ചിട്ടില്ല എങ്ങനെയാ തീ കത്തിയത്. ശരി. ഭയങ്കര ബ്യൂട്ടിയാണ് അപ്പുറത്ത് അല്ലേ? നോക്ക്, ഇവിടെ ആദിവാസി കോളനി. അത് ഇതെല്ലാം കോളനികളാണ്. അട്ടപ്പാടിന്റെ ശരി കാണാത്തൊരു മറുവശമാണ്. അല്ലേ? ഇതിൽ ഒരുപാട് വശങ്ങളുണ്ട് അട്ടപ്പാടി. ഇതേതാ അമ്പലം? ഇതൊരു ഹനുമാൻ ക്ഷേത്രമായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങോട്ട് കയറാം അല്ലേ? ചെൽപ്പൂരിനോ? ഓക്കെ ഓക്കെ. ഇത് ഏതാ അമ്പലത്തിന്റെ പേരെന്താ? ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ അമ്പലം. ഓക്കെ. നിങ്ങൾ ഇവിടുത്തെ പൂജാരിയാ? ആ തന്നെ. നിങ്ങളെ പേരെന്താ? പെരുമാൾ. പെരുമാൾ എവിടെ വീട്? പെരുമാളിന്റെ ഊരിലെ വീട് അല്ലേ? ഇവിടെയാണ്. അതൊക്കെ പണ്ട് കാലത്തിലായിരുന്നു ഞങ്ങൾ ഈ ദൈവത്തിനെ കൊണ്ടാടുന്നത്. ഓക്കെ ഓക്കെ. ഇതൊക്കെ ഇത് വളരെ പഴയ പുരാതന. എത്ര വർഷം ഉണ്ടാവും? ഇതൊക്കെ ഈ ഭൂമിയൊക്കെ എത്ര കാലത്ത് തിരിച്ചതോ അത്ര കാലത്ത് ആ ദൈവത്തിന്റെ പ്രതിഷ്ഠ അന്നുണ്ട്. അന്ന് കൂടിയാ ഞാനിപ്പോ ഇതിനെ പ്രവേശിക്കുന്നു. ഓക്കെ ഓക്കെ. എന്ത് കാര്യം വന്നാലും ശ്രീകൃഷ്ണൻ തന്നെ. അവിടെ ശ്രീകൃഷ്ണൻ തന്നെ. ഓക്കെ ഓക്കെ. ഞങ്ങള് അതിന്റെ ഭൂശരിയാണ്. ഞങ്ങള് 3 ദിവസം 4 ദിവസമൊക്കെ കഞ്ഞി വെള്ളമല്ലാതെ പാലം കൊണ്ടിട്ടു വളം കൊണ്ടിട്ടു ഞങ്ങളിവിടെ പൂജെടുക്കും. വസനം കഴിയാതെ. അപ്പൊ ഇവിടുത്തെ ഈ ഏരിയയിലുള്ള കോളനികളുടെ ദൈവമാണ് എന്തായാലും സന്തോഷമുണ്ട് പറഞ്ഞു തന്നതിന്. അല്ലേ? അങ്ങനെയല്ല, ഇതൊക്കെ നമ്മളുടെ നനച്ച കാര്യങ്ങളൊക്കെ ജനരവധിയാവും. അതിന്റെ ദൈവമാണ്. ശരി, വരട്ടെ. ഇപ്പോഴും വന്നാൽ നമ്മളെ വരൂ. വെള്ളച്ചാട്ടല്ലേ? അത് എന്റെ സ്ഥലത്തിനാണോ? നിങ്ങളെ സ്ഥലം? നിങ്ങള് കോടീശ്വരനാ? എത്ര സ്ഥലമുണ്ട്? ഒരു 5 ഏക്കറുണ്ട്. 5 ഏക്കറുണ്ട്. അത് ശരി. അപ്പൊ പൂജ നടക്കുന്നുണ്ട്. അവിടെ പശുവുണ്ട്, പിന്നെ ഞങ്ങളുടെ കുട്ടി മക്കളുണ്ട്. ദൈവം കാർക്കാണു. അതിന് ഒരു കുഴപ്പമില്ല. ചൊല്ലിച്ചോ. ഐതിഹ്യം എന്താന്ന് പറഞ്ഞാൽ അതൊക്കെ മാവൻ പട്ടി എന്ന് പറയൂ. മാവൻ പട്ടി വന്നിട്ട് പശു അടച്ച പട്ടിയാണ്. അതെവിടെയാണ്? ഇത് താഴെ അവിടെ വെള്ളച്ചാടുന്നത് നമ്മൾ താഴെ വെള്ളം ചാടുന്നത്. അതൊക്കെ മുകളിലൊക്കെ കല്ലുമാരിയൊക്കെ പെട്ടിമാരി ഉണ്ടല്ലേ, അതാണ് പശു കെട്ടിയത്. നമ്മളുടെ പശുവല്ലേ, അതാണ് ഈ ദൈവമാണ് അവിടെ കെട്ടിയത്. ഈ ദൈവമാണ് ശ്രീകൃഷ്ണനാണ് അവിടെ കെട്ടിട്ടാണ് കാരമട എന്ന് പറയൂലേ, അവിടെയാണ് പോയിട്ട് പശു വന്നിട്ട് അവിടെ കാരമടയിലെ ശിലയിലെ പോയിട്ട് ഒളിച്ചതാണ്. അതാണ് മാവൻ പെട്ടിയത്. പെട്ടിട്ടാണ് അതിന്റെ പേര് വന്നിട്ട് മാവൻ പെട്ടിയാണ് പറഞ്ഞത്. താഴെ ഇട്ടതാണ്. അവിടത്തെ വലിയ 100 അടി ചാടിയുന്നല്ലേ മലന്റെ പേര് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട് കാണാന്. ഐതിഹ്യം എന്താ? അതിന്റെ ഐതിഹ്യം മുനി എങ്ങനെ വീഴാൻ കാരണം അതുകൊണ്ട് 7 ഒരു പെണ്ണുക്ക് വന്നിട്ട് 7 അണ്ണന്മാരാണ്. അണ്ണന്മാർ തുളവിട്ട് നമ്മുടെ ഈ നേരപ്പാമ്പ് എന്നിട്ട് പറയില്ല, ഒരു മരം നേരമാരിയൊക്കെ പളം എറിയുണ്ടാവും. അതിനെ പെണ്ണ് പോയി പളം എടുക്കാന്. അപ്പൊ ഈ മുനിയൊക്കെ അവിടെ പളത്തിനെ ഉണ്ടായിരുന്നു. ഈ പളത്തിനെ ഉണ്ടായിട്ട് ഞാനൊക്കെ ഞാൻ കല്യാണം കഴിച്ചുകൊള്ളാന്ന് ഈ പെണ്ണ് പറഞ്ഞു. ഈ പെണ്ണ് പോകാൻ സമയത്തിൽ ആ മരം അടിയില് വളമില്ലാതെ പോയി. ഒക്കെ മോളിലെ പൊളമുണ്ട്. പിന്നെ ഈ മുനിയൊക്കെ മോളിലുണ്ട്. പിന്നെ ഈ പെണ്ണ് പറഞ്ഞു ഈ മുനിയോട്, നിന്നെ ഞാൻ കല്യാണം കഴിക്കാണോ, എനിക്ക് ആ പളമൊന്നും ഉൾക്കാട്ടോ എന്ന് പറയാൻ പോകും. ഇതൊക്കെ എല്ലാം പിടിച്ചിട്ട് കുലിച്ചു വിട്ടു. അങ്ങനെയാണ് നിങ്ങൾ
എനിക്ക് പൈസ തന്നിട്ടല്ല കൂടെ പോകണം കേട്ടോ. 100 രൂപ കൂടെ വെച്ചിട്ട് പോകണോ നിങ്ങൾ? കേട്ടോ. ഇങ്ങനെ ആട്ടി കുളിക്ക് വിട്ടു. ഒക്കെ നല്ല ഈ പെണ്ണ് വന്നിട്ട് വലിയ മൂട്ട കെട്ടിട്ട് ഇത് ചൊല്ലാതെ കൂടി ഈ ആള് ചാടി. അപ്പൊ ഈ മുനിയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത പാടല്ലേ, ഇന്ന് ഈ പെണ്ണെ വിടാൻ പാടില്ല. എന്നിട്ടാണ് ഈ പളമും പെണ്ണും കൂടിയിട്ട് ആ മുനിവന്തനെ പോയി. അത് ഇവിടെ ഭയങ്കര ഇളാണ്, ശരിயான ഇളാണ്. ആ ഇളയിൽ കൊണ്ടുപോയി ഇത് തള്ളി. ഇവന്മാര് 7 ദിവസം 8 ദിവസം പറഞ്ഞിട്ട് ഈ പെണ്ണ് കിട്ടിയിട്ടില്ല കേട്ടോ. മനസ്സിലായി. ഇതൊന്നും അല്ല, അത് നിങ്ങളെ ചോദിച്ചത് കൊണ്ടാണ് ഇത് പറയണത്. ജനങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതെ. അപ്പൊ ഇതിട്ട് വന്നിട്ട് അവരൊക്കെ എല്ലാം തപ്പി നോക്കി, എവിടെയും കണ്ടിട്ടില്ല. അപ്പൊ ഇവിടെ വന്നിട്ട് ഇന്ന ആടത്തിലെ പോയിട്ടാണ് മുനിയിരിക്ക വന്നിട്ട് പറയാൻ പോകുന്നത്. ഇവിടെ 7 അണ്ണന്മാര്, ആളൊക്കെ 7 പേരുടെ തോക്കാണ്. ആ തോക്കം കൊണ്ടുപോയി പാക്കാൻ പോകുന്നത് മുനിയൊക്കെ ഉള്ളില് വെച്ചിരിക്കാണ്. അത് ശരി. നമ്മളുടെ അമ്പനയുടെ ശരീരത്തിൽ ഞങ്ങൾ എങ്ങനെ ജനിച്ചു അതുമാതിരിയാണ് ഈ പെണ്ണ് വെച്ചിരിക്കണത് കേട്ടോ. അപ്പൊ പെണ്ണ് പറഞ്ഞു, നിങ്ങൾ ആരും എന്റെ അടുത്ത് വരണ്ട, ഞമ്മള് മുണ്ടില്ലാതെയാണ് ഇരിക്കണത്. അപ്പൊ മുണ്ട് കൂടെ വന്നാ വെളിയെ വരാന്ന് പറഞ്ഞു പെണ്ണ്. ഇവരിങ്ങനെ 7 അണ്ണന്മാരാണ്. 7 ഞങ്ങൾ ഇതില്ലേ ഇതൊക്കെ ഒന്ന് കൊടുത്തു ഈ പെണ്ണിന്. അവരെടുത്ത മുണ്ട് ഊരിക്കൊടുത്ത് പറയാൻ പോകുന്നു. ഈ മുണ്ട് എടുത്ത് വെളിയെ വന്ന് പറഞ്ഞു, ഞങ്ങളെ മുനി കൊണ്ട് വന്നിട്ടുണ്ടോ, നിങ്ങളെ വന്ന മുനിയൊക്കെ തിന്നു കളയൂ, ആരും വെടിനും ചായില്ല. ഒരു വട്ടേഷന് എന്നും വെടിനെ കൂടിയോ കുണ്ടലെ കൂടിയോ വെടിനെ നമ്മൾ കത്തശ വെടിനെ അനുഭവിക്കില്ല, നിങ്ങളെ തിങ്ങും, നിങ്ങളെ ചാടി ഓടിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഇത് പറഞ്ഞിട്ട് എന്തുകൊണ്ട് അവന് ആ മുനിയൊക്കെ ചാകുന്നിട്ട് ഇവന്മാർ ചോദിച്ചോ ആ പെണ്ണിനെ. നമ്മൾ ഈ കരന്തുമ്പില്ലേ, അയാൾക്കറിയോ? കുട്ടന്മാരെ നിങ്ങളിവിടെ വന്നോ, നിങ്ങൾ കുറച്ച് അറിയാലോ. ഈ കരന്തുമ്പി എന്ന് പറയൂലേ, കരന്തുമ്പി ഒരു ചെന്തുമ്പി ഉണ്ടല്ലേ, ആ ചെന്തുമ്പി മലയിലെ പോയില്ലേ നമ്മുടെ സാധാ തുമ്പി, ഇവിടെ കണ്ടോ ഈ സാധന ഈ തുമ്പിലെ കരമലയിലെ പോയി ഓടിച്ചു. അത് ഈ തുമ്പി ഇരുന്നത് കരമലയാണ് തുമ്പി. തുമ്പില്ലേ ശബതമലയിലെ പോലെ ആ തുമ്പി ഇരുന്നു. ഇവര് 7 പേരെ പോയിട്ട് കറുന്തം തുമ്പിലെ കരു കുഞ്ഞു പിടിച്ചിട്ട് വന്നു. പിന്നെ ശബത മലയിലെ പോയിട്ട് അവർ ശബതം പിടിച്ചു. ഇങ്ങനെ സിമിളിലാണ് അടച്ചു വന്നത് ആ കുഞ്ഞിനെ കേട്ടോ. ഇവനൊക്കെ വന്നിട്ട് എല്ലാ ആടൊക്കെ ചുറ്റിട്ട് വന്നിട്ട് ഉറങ്ങും, കുടിച്ചിട്ട് പോയി ഉറങ്ങും. ഉറങ്ങാൻ പോയത് എതിരെ കൊണ്ട് വന്നാൽ ഇവനെ മരണപ്പെടാൻ വെച്ച് കേൾക്കുമ്പോൾ ഈ 2 കൂട്ടം കണ്ടിട്ടാണ് ആ കുഞ്ഞുങ്ങളെ വിടാൻ പറഞ്ഞത് കേട്ടോ. മനസ്സിലായോ? പിന്നെ ഈ പെണ്ണിനെ കൊടുക്കാൻ പോകുന്നത് ഇവക്കെ സിമിളിൽ വെച്ചു. ഇവനക്ക് കുളിച്ചു, നല്ല കൊത്തിക്കണം, തണ്ണിയൊക്കെ തളർച്ചാൽ തന്നെ ഈ അയാൾ കുളിക്കും. കുളിച്ചിട്ട് ഇവൻ തൂങ്ങാൻ പോകുന്നു. ഈ പുള്ളി ഈ 2 മൂക്കൊക്കെ സിമിലെടുത്തു, ഈ മൂക്കിലൊന്ന് മൂക്കിൽ വന്നു. അപ്പൊ ഈ മുനി പറഞ്ഞു, അടി നിന്റെ കൈയൊക്കെ മുന്നിൽ പോയി, എന്റെ കൈ പിന്നിൽ പോയി, ഞാൻ മരണപ്പെട്ടെന്നിട്ട് ശമി അതിലെ വലിയ കല്ലൊന്നും നിൽക്കില്ല, ആ മരത്തിന് പോയി കൂടി കിടക്കില്ല. അതാണ് മുനി. അങ്ങനെയാണ് നടന്ന സംഭവം. വെള്ളച്ചാട്ടം എന്തായാലും വലിയൊരു എക്സ്പീരിയൻസ് ആൾക്കാർക്ക് അറിയണല്ലോ. മുനിവന്തൻ പേര്. അത് താഴെ ഉള്ളത് മേലെ വന്നിട്ട് പെട്ടി നമ്മൾ അതിലൂടെ ദൈവത്തിന്റെ പെട്ടി അവിടെ ഉണ്ട്. ഞങ്ങൾ ഒരു ദിവസമൊക്കെ നിങ്ങൾ വന്നാൽ ഞാൻ ആ പെട്ടി ഒന്ന് കാണിച്ചു തരാം. പുഴയിൽ തന്നെ ഒട്ടിക്കിടക്കണം, ആ പര കൊണ്ടു പുഴയിൽ ഒട്ടിക്കിടക്കണം. അത് ഞങ്ങളുടെ ഈ ദൈവത്തിന്റെ അമ്പലത്തിന് ഞങ്ങളുടെ വീട്ടിൽ ആ പെട്ടി. ആയിക്കോട്ടെ, ഞങ്ങൾ വരണ്ട് നാളെ രാവിലെ വരാം. വന്നാ ഞാൻ അവിടെ ആലമരം ഉണ്ടല്ലേ, അതിവിടെ വീടുണ്ടല്ലേ, ആലമരത്തിന്റെ വീടുണ്ടല്ലേ, കാണിച്ചു. അതിലെന്താ ഞാനേ ഉണ്ടാവും അവിടെ. അവിടെ തന്നെ എൻ്റെ വീടും പശുക്കളും എൻ്റെ കുടുംബവും എല്ലാം. നാളെ രാവിലെ വരും. നാളെ വീട്ടിൽ ഇരിപ്പല്ലേ? അവിടെ അവിടെ പറഞ്ഞാൽ പോകുന്നത് ഞാൻ വീട്ടിലുണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ. അമ്മ
വേലയ്ക്ക് പോണേ? ആ, തൊഴിൽ വേല. ഇത് അപ്പയാണ് സലിംക്ക. അപ്പ. അപ്പാന്നാ പേര്? അപ്പാന്നാണ് ഇതിന്. വേലിപ്പത്തൽ എന്ന് പറയും, അപ്പ എന്ന് പറയും. ഇതിലൊരു പാലുണ്ട്, ഇത് കണ്ടോ. ഈ പാല് വന്ന് നമ്മുടെ കണ്ണിലെല്ലാം വീണ് കഴിഞ്ഞാൽ കണ്ണു പോകും. പക്ഷെ ഇത് മുറിവിൽ വീണ് കഴിഞ്ഞാല് മുറിവ് ഉണങ്ങും. അതായത് നമ്മുടെ ആണി, മുള്ള്, ആണിയെല്ലാം ഉണ്ട് കാലിന്, അതെല്ലാം പോകാൻ വേണ്ടി ഇത് ഈ പാലാണ് ഈ വീഴുന്നത്. ഇതാണ് മെഡിസിൻ. വേറെ ഇതെല്ലാം വിഷം. അപ്പ, അപ്പക്കാന്ന് പറയും. അപ്പൊ ഇതൊക്കെ പൊട്ടിച്ച് ഇതിന്റെ ഇല പൊട്ടിച്ചാലും ഇത് തന്നെ പാല് വരും. ഇതുണ്ടോ, ഇല പൊട്ടിച്ചു കഴിഞ്ഞാലും ആ പാല് വരും. ഈ പാല് എടുത്ത് മുറിവിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മതി, അല്ലെങ്കിൽ ആണിയുള്ള എടുത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആണി മാറും. അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ ഇത് മക്കൾക്ക് വേണ്ടി നമ്മള് കളിക്കാനെല്ലാം യൂസ് ചെയ്യുമായിരുന്നു. ഇങ്ങനെ ഒടിച്ചിട്ട് ഇങ്ങനെ ഒടിച്ചിട്ട് പശ ഊതി കഴിഞ്ഞ് കുമ്പളയായി പോകും. ഭാവി അതൊന്ന് സെറ്റാക്കണം പറഞ്ഞ മറ്റുള്ളതുകൊണ്ടേ ഒന്നുമില്ല. ഇതൊക്കെ കൊച്ചു പിള്ളേരുടെ ഒരു ഇതാണ്. നല്ലൊരു വീട്ടിലൊക്കെ പൊന്നുമോനെ. എന്റർടൈൻമെന്റ്. ചെറുപ്പത്തിൽ ഇതായിരുന്നു ഞങ്ങളുടെ എല്ലാം കളി. അരിനെല്ലിക്ക അല്ലേ? അരിനെല്ലിക്ക. ഇവിടെ ഒരു വളവില്ല, ഒന്നുമില്ല. നിറയെ ഉണ്ടല്ലേ. ഇതിങ്ങനെ കഴിച്ചൂടെ വെറുതെ? പിന്നെന്താ. എന്നാ ഇത് പൊട്ടിച്ചേരാം. മൂത്ത ഒരുവിധം മൂത്ത. കഴിക്കട്ടെ. പിന്നെന്താ, ധൈര്യത്തോടെ കഴിച്ചോളൂ. പോവാ. അരിനെല്ലിക്ക അതൊക്കെ തത്ത തിന്നു കേട്ടോ. നല്ല പഴുത്തതാ. നിങ്ങൾ ഒഴിക്കല്ലേ? ഞങ്ങൾ പറക്കില്ല. എന്താ ഞങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. രണ്ടൊന്ന് പച്ച വരുമോ കറി വെക്കാൻ? കവറാ? കവറല്ല, കാറിലിടാ. കാറില്ല, കവർ വേണ്ട അല്ലേ? നിങ്ങളെ വീടാ? എന്താ വീട്ടു പേര്? ഇങ്ങോട്ടൊക്കെ പറയല. എന്താ ഏരിയക്ക്? പൂപ്പണി. രണ്ട് കർമ്മൂസം നിൽക്കുന്ന. നമ്മളിന്ന് പോയിട്ട് ബൈജുവിന്റെ വീട്ടിൽ കറി ഉണ്ടാക്കണം. ഏത് ബൈജു? ഇതാണ് ബൈജു. എന്റെ വീട് ഇവിടെ. രണ്ടൂന്ന് കറി. കർമ്മൂസ അവർക്ക് വേണ്ടല്ലോ, അപ്പൊ രണ്ടൂന്നെണ്ണം വാങ്ങിക്കാം. നമുക്ക് കറി വെക്കാം, ഉപ്പേരി വെക്കാം. അത് താഴെയാ പോയേക്കുന്ന. താഴെ ഇവിടെ താഴെ എവിടെയോ ആ വീട്ടിലില്ല. അവിടെ പോയിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ലതാ. പിന്നെ കൊള്ളത്തില്ല. നിങ്ങളെന്താ കർമ്മൂസ ഉപയോഗിക്കാത്ത? നിങ്ങളെന്താ ഉപയോഗിക്കാത്ത? നിങ്ങൾ കറി ഉണ്ടാക്കൂല? വെച്ചില്ലേ? ആ അടി കിടക്കുന്ന ഒരെണ്ണം പറിക്കുക. ഇതിന്റെ അടി അത് മതി. ഇതാണ് ആൺകപ്പളം സലിംക്ക. ഇതിന്റെ പൂവാണ് എടുത്ത് പൊരിയിൽ വെക്കുന്നത്. ഇതോ ഈ കപ്പളങ്ങേക്കാളും പവർ കൂടി സാധനമാണ്. ഏതാണ് സാധനം? ഇത് ഈ കപ്പളങ്ങ തന്നെ ഈ പൂവ് ഉണ്ടാകുന്നുണ്ടല്ലേ, കായ ഉണ്ടാവില്ല. ഇത് പൂവേ ഉണ്ടാവുള്ളൂ. ആൺകപ്പളം എന്ന് പറയും അതിന്. അങ്ങനെയുണ്ട്. ഇതിന്റെ പൂവിന് ഇതിനേക്കാളും പവർ കൂടുതലാ. ഈ കാണുന്ന ഇതോ? ഈ പൂവ്. ഈ പൂവല്ലേ? ശരി. ആ കപ്പളത്തെ തന്നെ നിൽക്കുന്ന പെണ്ണുങ്ങൾക്കറിയാം അതിന്റെ കാറിൽ വെക്കുന്ന അമര, പയർ, ഇതുണ്ടോ? ഇതിലിപ്പോ എന്തൊക്കെയാ ഉള്ളത്? ഇത് തോമര, അത് അമര, കടുക്, വൻപയർ. മിക്സഡ് ആയിട്ട് കൃഷി നടത്തും. അത് ഒരു ടൈം കഴിഞ്ഞാൽ ഓരോന്നിനും ഒരു സമയത്താണ് ഓരോന്നും ഉണ്ടാകുന്നത്. ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിൻ്റെതായ ഇത് കിട്ടുകയും ചെയ്യും, ഒരു ഇത് കിട്ടുകയും ചെയ്യും. അതിൻ്റെ അപ്പൊ ഇതെല്ലാം മിക്സഡ് ആയിട്ട് തന്നെ കൃഷി ചെയ്യുന്നതാണ്. ഇത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇത് കൃഷിയാണ്. കണ്ടു കഴിഞ്ഞാൽ കാട് പിടിച്ച് കിടക്കുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ വെറുതെ ഉണ്ടാവുന്നതല്ല. വെറുതെ ഉണ്ടാവുന്നല്ല. കണ്ട ഇതുണ്ടോ? ഇതുണ്ടോ? ഇത് 2 വർഷം 3 വർഷം. 4 വർഷം. 5 വർഷം. 6 വർഷം. 7 വർഷം. 8 വർഷം. 9 വർഷം. 10 വർഷം. 11 വർഷം. 12 വർഷം. 13 വർഷം. 14 വർഷം. 15 വർഷം. 16 വർഷം. 17 വർഷം. 18 വർഷം. 19 വർഷം. 20 വർഷം. 21 വർഷം. 22 വർഷം. 23 വർഷം. 24 വർഷം. 25 വർഷം. 26 വർഷം. 27 വർഷം. 28 വർഷം. 29 വർഷം. 30 വർഷം. 31 വർഷം. 32 വർഷം. 33 വർഷം. 34 വർഷം. 35 വർഷം. 36 വർഷം. 37 വർഷം. 38 വർഷം. 39 വർഷം. 40 വർഷം. 41 വർഷം. 42 വർഷം. 43 വർഷം. 44 വർഷം. 45 വർഷം. 46 വർഷം. 47 വർഷം. 48 വർഷം. 49 വർഷം. 50 വർഷം. 51 വർഷം. 52 വർഷം. 53 വർഷം. 54 വർഷം. 55 വർഷം. 56 വർഷം.
നാളെ ഇട്ട് കണ്ണ് പൂട്ടിയിട്ട് കണ്ടോ? ആ അത് പൂട്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അവിടെ താഴെ എല്ലായിടത്തും ഉണ്ട്. അതൊരു കൃഷിരീതി ഓരോ കാണുന്നതാണ്. ഇതാണ് കടുകിന്റെ അല്ലേ? കടുക് അതാണ് നമ്മളെല്ലാ കറികൾക്കും എല്ലാ സാധനവും. അതെ അതെ അതെ. മഞ്ഞക്കാറ മഞ്ഞ പൂക്കള്. നമ്മൾ ആദ്യം പറഞ്ഞ നമ്മൾ ചാവടിയൂർ പെരുമാൾമുടി എന്ന് പറഞ്ഞു. പെരുമാൾമുടിയുടെ അടിവശം പോയി നമ്മൾ കണ്ടു തിരിച്ചിറങ്ങി പ്രകൃതി രമണീയമായ ഭംഗികൾ ആസ്വദിച്ച് നമ്മൾ തിരിച്ചിങ്ങനെ വന്നിട്ടുണ്ട്. ഇതിന് താഴെ മുനിവിടാംപാറ എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടമുള്ളത്. ഭയങ്കര വെള്ളച്ചാട്ടമുള്ള സ്ഥലമാണ് ഈ താഴേക്ക്. നമുക്ക് സമയം മോശമായിരുന്നു, പോകാൻ പറ്റുമെന്ന് അറിയില്ല. എങ്കിലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞങ്ങൾ ഡ്രോൺ വാർത്ത ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. അതെ, ആ ഡ്രോണിന് കുറച്ച് അതിൻ്റെ ഒരു കപ്പാസിറ്റി ഹെവി വിൻഡാണ്. കാരണം ആ ക്യാമറ അങ്ങോട്ട് പിടിച്ച് അറിയുന്നുണ്ടോ അപ്പുറം കാറ്റുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാലോ. നമ്മൾ ഈ ഒരു ഡ്രോണൊക്കെ കാറ്റാടി യന്ത്രങ്ങൾ ഏകദേശം ഒരു 30-35 കാറ്റാടി കാണുന്നുണ്ട്. അവിടെ ചുറ്റുവട്ടം കാറ്റുള്ളിടത്താണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. അതങ്ങനെ നമുക്ക് കാണാതെ അത് കാറ്റാടിയാണ്. പിന്നെ അത് അങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം നമുക്ക്. തീർച്ചയായിട്ടും ആ വെള്ളച്ചാട്ടം ദൈവം സഹായിച്ചാൽ കാണിക്കുന്നതാണ്. അതെ, ഭാഗ്യം പോലെ. ഈ ഒരു കാലാവസ്ഥയോട് നിങ്ങളെങ്ങനെ യോജിക്കുന്നത്? നിങ്ങളുടെ ഒരു അഭിപ്രായം പറയൂ സലീം ഖാൻ. അതല്ല ഞാൻ പറയുന്നത്, ഇപ്പം നമ്മളിവിടെ നൈറ്റ് സ്പെൻഡ്, പക്ഷെ പ്രശ്നത്തെ നൈറ്റ് സ്പെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ആനകള് എലിഫന്റിന്റെ ഒരു പ്രശ്നമാണ്. ഇങ്ങോട്ട് കയറുമോ? ഇത് വരുന്ന അവിടൊക്കെ വേലി കെട്ടിണ്ട്, നമുക്ക് കാണാൻ പറ്റുന്ന വേലി ഉണ്ടല്ലേ. അതൊക്കെ വേലിയാ, മരത്ത് തൊട്ടടുത്ത് കാണാം. അതിന്റെ വേലിയാണ് ഈ കാണുന്നത്. ഇതുപോലെ ചുറ്റും വേലിയുണ്ട് അവിടെ. രാത്രിയാകുമ്പോൾ ആനകൾ ഇറങ്ങുന്ന വലിയൊരു സ്ഥലമാണത്. ഈ ക്യാമറയിൽ നമുക്ക് കാണുമ്പോൾ ഇതെന്താ മരുഭൂമിയാണോ എങ്ങനെയാണോ കുറച്ച് പച്ചപ്പുറന്നൊക്കെ തോന്നും. പക്ഷേ രാത്രിയാകുമ്പോൾ അതിൻ്റെ സീരിയസ്നെസ് ഓടി രക്ഷപ്പെടേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും. ആനൻ്റെ ഷോക്ക് ലൈനാണ് ഇട്ടത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ ശ്രമിക്കുകയാണ് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്താൻ ശ്രമിക്കുന്നത്. കാരണം ഭയങ്കര ഹൈറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് എത്ര ഹൈറ്റ് ഉണ്ടാവും? ഏകദേശം 4000 അടി ഹൈറ്റിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. പക്ഷേ ഇതിൻ്റെ പകുതിയിൽ നിന്നാണ് ഏകദേശം വെള്ളച്ചാട്ടം തുടങ്ങുന്നത് അല്ലേ? 2000 അടിയിലൊക്കെ ആയിരിക്കും വെള്ളച്ചാട്ടത്തിൻ്റെ തുടക്കമുള്ളത്. അതാണ് ക്യാമറ. നാച്ചുറൽ കിട്ടുന്നുണ്ടോ നോക്ക്. ഹലോ പെണ്ണോ നോക്ക്. കേൾക്കുന്നുണ്ടോ?
പണിയാണല്ലേ വണ്ടി വെച്ചിട്ട് ഓടാന്ന് പറഞ്ഞ എല്ലാരും കൂടെ ഓടി പിടിച്ചില്ലേ ഓടുന്നില്ല അവിടെ നിൽക്കുമല്ലേ സൺസെറ്റ് അടിപൊളി ഉണ്ട് ഇതാ. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഏകദേശം സൈലന്റ് വാലിയിൽ നിന്ന് 28 കിലോമീറ്റർ ദൂരെ ചാവടിയൂർ എന്ന് പറഞ്ഞ മലമുകളിലാണ് ഞങ്ങളുള്ളത്. പൂപ്പണ്ണ എന്ന് പറയുന്നൊരു സ്ഥലം. അപ്പോൾ എന്തായാലും മാക്സിമം ഞങ്ങൾ നിങ്ങളെ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രകൃതി സൗന്ദര്യം, ഇവിടുത്തെ വൈദ്യ ഔഷധ ചെടികളെല്ലാം കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡ് ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടെ വാവുണ്ട്, ബൈജുണ്ട്, മോനുണ്ട്. അപ്പോൾ എല്ലാവരും ഞങ്ങൾ എപ്പിസോഡിന് വേണ്ടിയിട്ട് ലാസ്റ്റ് ബൈ ബൈ പറയുന്നത്. നെക്സ്റ്റ് ഞങ്ങളിവിടെ 2-3 എപ്പിസോഡ് ചെയ്യുന്നുണ്ട് ഇവിടെ പ്രകൃതി ആസ്വദിപ്പിക്കാൻ വേണ്ടിയിട്ട്. അട്ടപ്പാടിയുടെ കിഴക്കൻ അട്ടപ്പാടി മേഖലയിൽ നമ്മൾ ഇനി പടിഞ്ഞാറും വടക്കും നമ്മൾ ഇനി കാണാൻ കിടക്കണം. അതുകൂടെ ഞങ്ങൾ നാളെ മറ്റന്നാളായിട്ട് കാണിക്കാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാ എപ്പിസോഡും കാണാൻ ശ്രമിക്കണം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ പറയുന്നത്. ബൈ 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 പറ ബൈ ബൈ പറ. താങ്ക് യു.